ഇപ്പൊ അതിന് നേതൃത്വം കൊടുക്കുന്ന കാരണരായിട്ടുള്ള നമ്മുടെ അലിമല്ലാക്ക അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവും. അതുപോലെ പാരമ്പര്യമായിട്ട് അല്ലാഹു തആല ഈ റാത്തീബിനെ നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. എല്ലാ സ്വരം അല്ലാഹു തആല നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. പുറക്കു വെച്ച് ഇതുവരെ ഇപ്പൊ കുറച്ച് 5 മിനിറ്റ് മുമ്പ് ഉണ്ടായിരുന്നു ആളുകളുണ്ട്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു കാര്യം ഞാൻ ഈ നാർച്ച റാത്തീബ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ മുൻകഴിഞ്ഞ മഹാന്മാർ തുടങ്ങി വെച്ചതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ അതിനെപ്പറ്റി ചരിത്രം പറഞ്ഞു. നാർച്ചയിൽ പങ്കെടുക്കുക, അതിന് പിരിവിന് മുന്നോട്ടിറങ്ങുക, അതിൽ ഭക്ഷണത്തിന് വേണ്ടി കാശ് സ്വരൂപിക്കുക. അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ തള്ളാം കൊള്ളാം സ്വീകരിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തള്ളിക്കളയാത്ത ഒരു അമലാണ് സ്വലാത്തിനെ അധികരിപ്പിക്കുക, സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. 5-6 മണിക്കൂറുകളോളം ഞാൻ ശ്രദ്ധിച്ചുന്നത്, ഒരു കാപ്പി കുടിച്ചാണെങ്കിലും സല്ലല്ലാഹു അലാ മുഹമ്മദ് ചൊല്ലി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആയിരക്കണക്കിന് സ്വലാത്തുകൾ നമ്മുടെ ഈ മജ്‌ലിസിൽ ചൊല്ലി കഴിഞ്ഞു. സ്വലാത്ത് ഒരിക്കലും റബ്ബ് തആല തട്ടൂലെന്നാണ്. എന്താ കാരണം അറിയാം? നല്ല വാഴുകളായിട്ടുള്ള അലുകുട്ടികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു കാലത്ത് പാറി പറന്ന് വാഴ്ന്നു പറഞ്ഞിരുന്നു. ആ വാക്യത്തുള്ള ദീർഘായുസ്സ് നിങ്ങൾ ചിന്തിച്ചു നോക്കണം, മനസ്സിലാക്കണം. സ്വലാത്ത് എന്തുകൊണ്ട് അല്ലാഹു തട്ടൂല എന്ന് പറയാൻ കാരണം അറിയോ? നമ്മുടെ ഹജ്ജ്, സക്കാത്ത്, നിസ്കാരങ്ങൾ, നോമ്പുകളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന മലക്കുകളാണ്. ശരിക്കും ശ്രദ്ധിക്കാം, മലക്കുകളാണ് അത് രേഖപ്പെടുത്തുന്നത്. എന്നാൽ സ്വലാത്ത് അങ്ങനെയല്ല. സ്വലാത്ത് മലക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കുക. കാരുണ്യക്കടലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകർക്ക് ആകമാനം റഹ്മത്തായ കാരുണ്യമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ ഒരിക്കലും റസൂലുള്ളാഹി തട്ടിക്കളയില്ല. റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് റബ്ബ് തആല സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുകയില്ല. അതാണ് സ്വലാത്തിന്റെ പ്രത്യേകത. ഇത് സ്വലാത്തിന്റെ മാസം ശഅബാൻ 2 മനസ്സിലാക്കുക. അഹ്സാബ് സൂറത്തിലെ 56-ാമത്തെ ആയത്തായ സ്വലാത്തിനെ നിങ്ങൾ ചൊല്ലണം എന്ന് പറയുന്ന കൽപ്പിക്കുന്ന ആയത്ത് ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം. ആ ആയത്ത് ഇറങ്ങിയ മാസമാണ് ശഅബാൻ. അപ്പൊ സ്വലാത്ത് ചൊല്ലണം, ഞാനും എന്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു, മുഅ്മിനീങ്ങളെ നിങ്ങളും സ്വലാത്ത് ചൊല്ലുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ആ ആയത്ത് ഇറങ്ങിയ മാസമാണ് ശഅബാൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ശഅബാൻ ശഹരി, ശഅബാൻ എന്റെ മാസമാണ്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ ശഅബാനിലാണ് നടന്നത്. ഒന്ന് ഏതാണ്? ഈ ആയത്ത് ഇറങ്ങി, സ്വലാത്തിനെ ചൊല്ലണം എന്നുള്ള ആയത്ത് ഇറങ്ങിയ മാസം. 2